ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഒരു ട്രെയിലർ റിയാക്ഷൻ ആണ്. നമ്മുടെ മലയാളം ഫിലിം അല്ല, സൗത്ത് ഇന്ത്യൻ ഫിലിം അല്ല, ദ ഹോൾ ഇന്ത്യൻ ഫിലിം എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിലിമിൻ്റെ ട്രെയിലർ ഒന്നരക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ യെസ് ഗൈസ്, അപ്പോൾ ആണ് ജീവിതം, ദ ഗോഡ് ലൈഫ് ഓഫ് ബ്ലസ്സി. ബ്ലസ്സി എന്നുള്ള ഡയറക്ടറിൻ്റെ 10 വർഷത്തെ ഒരു കാത്തിരിപ്പാണ്. പുള്ളി 10 വർഷമായിട്ട് ഒരു മൂവിക്ക് വേണ്ടി മാത്രം എന്താ പറയുക സ്പെൻഡ് ചെയ്ത് അതിനു വേണ്ടി ജീവിച്ച ഒരു പടമാണ് ഇപ്പോൾ ഈ ഒരു 10 വർഷം ശേഷം 2024 ഇറങ്ങാൻ പോകുന്നത്. സോ ട്രെയിലർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ എന്നുള്ളൊരു അത്യുഗ്രൻ ആക്ടർ അഭിനയിക്കുന്ന ഒരു പടമാണ്. സോ നമുക്ക് ഓടിപ്പോയി അത് കാണാം അല്ലേ. സോ യാ, വി ക്യാൻ വാച്ച് ദ ജീവിതം. My God. अंदर से कोई बाहर ना जा सके, अंदर से कोई बाहर ना जा सके. Greatest survival adventure ever. Wow. Benjamin. Down. Lusty. अंदर से कोई बाहर ना जा सके. So guys, sorry. ഇതാണ് ട്രെയിലർ. ഓ മൈ ഗോഡ്, എന്താ പറയണ്ടേ, സംഭവം വേറെ ലെവലായിട്ടുണ്ട്. ഐ എം ആക്ച്വലി സോ മച്ച് വെയിറ്റിംഗ് ഫോർ ദിസ്. മാർച്ച് 28-നാണ് ഇറങ്ങുന്നതെന്നാണ് പറയുന്നത്. മാർച്ച് 28-ന് നമുക്ക് കാണേണ്ടി വരും. കാര്യം എന്താ പറയുക, ഇത് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ്. ജസ്റ്റ് ലൈക്ക് മഞ്ഞുമൽ ബോയ്സ് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ്. കൂടാതെ നമ്മളെ ബ്ലസ്സി എന്നുള്ള സമയം 10 വർഷമായിട്ട് ഈ ഒരു പടത്തിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത് ആലോചിച്ചൊക്കെ, ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം 10 വർഷം. സോ വേറെ ഒന്നുമില്ലാതെ ഈ ഒരു പടം, അതൊക്കെ ഭയങ്കര ഇതാണ്. ആൻഡ് പൃഥ്വിരാജ് കുമാറിൻ്റെ ഒരു വേറിട്ടൊരു വേഷം തന്നെ പറയാം. കാര്യം ഇതിൽ കാണിച്ച പോലെ പുള്ളിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജ്, ആ ഒരു ഫേസിലുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ലൈക്ക് യൂഷ്വൽ പൃഥ്വിരാജ് പടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ പടത്തിലും പൃഥ്വിരാജിൻ്റെ ഒരു കോമൺ ഫാക്ടേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഇത് ട്രെയിലർ കണ്ടപ്പോൾ എനിക്കൊന്നും തോന്നിയിട്ടില്ല. സോ അത്യുഗ്രനായിട്ടുണ്ട് ഇതിൻ്റെ ട്രെയിലർ, അത്യുഗ്രനായിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, ബെന്യാമിൻ എന്നുള്ളൊരു പുള്ളി എന്താ പറയുക, ആ ഒരു ലൈക്ക് എഴുതുമ്പോൾ ആ ഒരു കഥാപാത്രം എന്ന് വെച്ചാൽ ആ റിയൽ ലൈഫ് ആ ക്യാരക്ടർ എന്തുമാത്രം അയാൾ എന്താ പറയുക മനസ്സിലാക്കിയിട്ടായിരിക്കും ഈ ഒരു പടം എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. സോ പുള്ളിയുടെ സ്റ്റോറി, അതുകൊണ്ട് തന്നെ ഐ എം സോ മച്ച് വെയിറ്റിംഗ് ഫോർ ദിസ് മൂവി. ആൻഡ് ദിസ് ഇസ് നോട്ട് എ റിവ്യൂ, ദിസ് ഇസ് ജസ്റ്റ് എ അനലൈസ്. അനലൈസ് മീൻസ് ഒരു ട്രെയിലർ കണ്ടു, അതിൻ്റെ എൻ്റെ ഒരു എക്സ്പ്രഷൻ, എൻ്റെ ഒരു മനസ്സിലാക്കലാണ്. ആൻഡ് എ ആർ റഹ്മാൻ എന്നുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഈസ് എ മാസ്റ്റർ ക്ലാസ്. ആക്ടിങ്, ഇതിൻ്റെ ആക്ടിങ് ആൾസോ ഐ എം വെയിറ്റിംഗ്. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. സൂപ്പറായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ദിസ്. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.